പ്രിയമുള്ളവരെ, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു മതം അത് ക്രൈസ്തവ മതം മാത്രമാണ്. പിതാവേ. യഹൂദന്മാർ യഹോവേ എന്നും മുസ്ലിങ്ങൾ ഹള്ള എന്നും ആണ് വിളിക്കുന്നത്. എന്നാൽ ക്രിസ്ത്യാനികൾ പിതാവേ എന്നാണ് വിളിക്കുന്നത്. ഹിന്ദു മതത്തിൽ അമ്മേ എന്നും ദേവി എന്നും ദേവതകളെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ പിതാവെന്നോ പിതാജി എന്നോ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് അറിവില്ല. ഇവിടെ യേശുവിനോട് തൻ്റെ ശിഷ്യന്മാർ പറയുകയാണ്, ഗുരു, യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യേശു ഉടനെ തന്നെ പറഞ്ഞു, അവരെ വിളിച്ച് അടുത്തിരുത്തി, എല്ലാവരെയും അടുത്തിരുത്തി പറഞ്ഞു, അവർക്ക് പറഞ്ഞു കൊടുത്തു ദൈവത്തിൻ്റെ പ്രാർത്ഥന ഇപ്രകാരം ആയിരിക്കണം എന്ന്. അതെപ്രകാരമാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്നും തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ, പരീക്ഷയിൽ ഞങ്ങളെ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വം എന്നേക്ക് നിനക്കുള്ളതല്ലോ, ആമേൻ. ഇങ്ങനെയാണ് കർത്താവ് അവരെ പഠിപ്പിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് എന്താ പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ്. സത്യത്തിൽ ഈ ക്രിസ്തീയ മതം വരുന്നത് തന്നെ തോറയിൽ നിന്നാണ്. അതായത് യഹൂദ മതത്തിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈസ്തവ മതം തന്നെ നമുക്ക് കാണാൻ കഴിയും. യേശു ഒരു യഹൂദനാണ്, ഈ തോറ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളും എല്ലാം തന്നെ അറിയുന്നവനാകൊണ്ടാണ് യെരുശലേം ദേവാലയത്തിൽ താൻ വേദപുസ്തകം എടുത്ത് വായിക്കുകയും അതുപോലെ തന്നെ അതിനെ വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതായ അനുഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്, യേശു നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ പിതാവ് എന്നാണ്. നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവം നമ്മുടെ പിതാവാണ്. നാം ദൈവത്തിൻ്റെ മക്കളുമാണ്. അപ്പോൾ ക്രിസ്തീയ മതപ്രകാരം ക്രിസ്തു വിശ്വാസികൾ ദൈവത്തിൻ്റെ മക്കളാണ്. അങ്ങനെയാണ് യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ സ്ഥാനമാണ് നമുക്ക് ഈ മതത്തിൽ നൽകിയിട്ടുള്ളത്. എന്നാൽ മുഹമ്മദീയ മതത്തിൽ അങ്ങനെയല്ല. അവിടെ മുസ്ലിങ്ങൾ പഠിച്ചിട്ടുള്ളത് അവർ ദൈവത്തിൻ്റെ അടിമകൾ ആണെന്നാണ്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്നാണ് നാം പഠിക്കുന്നത്. അപ്പോൾ നാമും ദൈവവുമായുള്ള ബന്ധം എത്ര വലുതാണെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. ദൈവത്തിൽ വിശ്വസിക്കുകയും അവനെ ആശ്രയിക്കുകയും ചെയ്യുന്നവൻ, അവനെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ മക്കളാണ്. എത്ര വലിയ ഒരു മഹനീയ സ്ഥാനമാണ് ഈ ക്രൈസ്തവർക്ക് യേശു നൽകിയിട്ടുള്ളത് നോക്കുക. അപ്പോൾ നമ്മളെ ശിഷ്യരെന്നോ അല്ലെങ്കിൽ ദാസരെന്നോ അടിമകളെന്നോ ഒന്നുമല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ആ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ എത്രമാത്രം അനുസരിക്കണം, എത്രമാത്രം വിശുദ്ധിയോടെ ആത്മാർത്ഥമായി സത്യസന്ധമായി
വിശ്വസിക്കണം. ഇന്ന് നമ്മുടെ വിശ്വാസം എല്ലാം ഓരോരുത്തരെയും നാം നമ്മെ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ വിശ്വാസം എത്രമാത്രം വലുതാണ്? കാപട്യമില്ലാത്ത വിശ്വാസമാണോ നമുക്കുള്ളത്? നമ്മുടെ വിശ്വാസം അല്പവിശ്വാസമാണോ? കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അങ്ങനെ പറയുകയുണ്ടായി. പടകിൽ പോകുന്ന സമയത്ത് കാറ്റും കോളും തെറിയും വന്ന് പടക് ആകെ തല കുത്തി മറിയുന്ന ഒരു അവസരമെത്തി. ഒരു വാവിട്ട് കരഞ്ഞു. കർത്താവ് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അവരുടെ സമീപത്ത് കർത്താവ് ഇരിക്കുന്നുണ്ട്, കിടക്കുകയാണ്. ഈ പറയുന്നതായ കാറ്റും കോളൊക്കെ വരുന്നു. ഈ പറയുന്നതായ പടക് കടന്ന് വല്ലാതെ കിടന്ന് ആടി വലഞ്ഞിങ്ങനെ പൊന്തുകയാണ്, ഇങ്ങനെ ഉയർന്ന് പൊങ്ങുകയാണ്. എന്നിട്ടും കർത്താവ് ആ അമരത്ത് തല വെച്ച് കിടക്കേണ്ടതാണ്. കർത്താവിന് ഒരു മാറ്റവും വന്നില്ല. അപ്പോൾ ഈ ശിഷ്യന്മാരെല്ലാവരും കൂടി വാവിട്ട് കരയാണ്. യേശുവേ, നീ കാണുന്നില്ലേ, ഞങ്ങൾ മരിക്കാനായി, ഞങ്ങൾ മരിക്കാൻ പോകുന്നു. ഈ പറയുന്നവരാരാ? അവർ ഈ കടലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. മത്സ്യങ്ങളെ പിടിച്ചവരായിരുന്നു. അവർക്കിതിൻ്റെ തിരയും ഇതിൻ്റെ കോളും എല്ലാം അറിയും. അപ്പോൾ അന്നത്തെ ആ തിരമാലകൾ, ആ കാറ്റ്, കൊടുങ്കാറ്റ് വളരെ ശക്തമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു തിരമാലയും ഒരു കൊടുങ്കാറ്റും എല്ലാം ആഞ്ഞടിച്ചു. ഉടനെ അവർ വാവിട്ട് കരഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ നിങ്ങളോട് കൂടെയുണ്ടല്ലോ. അതവർ മറന്നുപോയി. യേശു അവരോട് കൂടെയുള്ള കാര്യം മറന്നുപോയി. ഈ തിരമാലകൾ അതിശക്തിയായി ആഞ്ഞടിക്കുകയും കാറ്റാഞ്ഞ് വീശുകയും ചെയ്യുമ്പോൾ അവർ ഭയവിഹ്വലരായി അവർ വാവിട്ട് കരയുന്നു. കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ മരിക്കാൻ പോകുന്നു, എന്താ ചെയ്യുക? ഇതാണ് നമ്മളെ വീട്ടിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുമ്പോൾ നാം വാവിട്ട് കരയും. ആരൊക്കെ വിളിച്ച് കരയേണ്ടതെന്ന് വെച്ചാൽ അവരൊക്കെ വിളിച്ച് കരയും. പക്ഷേ ദൈവത്തെ മാത്രം വിളിച്ച് കരയുന്ന പ്രവർത്തനം നമുക്കില്ല. കാരണം ദൈവം നമ്മളെ ഇതിൽ നിന്ന് സഹായിക്കുമോ? നമുക്കൊരു സംശയം. അങ്ങനെ സംശയിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ ശിഷ്യന്മാരെ പോലെ തന്നെയാണ് നമ്മളും. എന്നിട്ടും യേശു നമുക്ക് തന്നിട്ടുള്ള പദവി എന്താണ്? ദൈവത്തിൻ്റെ മക്കൾ. ഈ ലോകത്തിലൊരു മതത്തിലും അങ്ങനെ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്ന ഒരു മതവും വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. ഉണ്ടായിരിക്കാമായിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും ശരി, അങ്ങനെ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ഒരു അവകാശം നമുക്ക് തന്നുകൊണ്ട് നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന, പോറ്റു വളർത്തുന്ന ഒരു കർത്താവും ഒരു പിതാവും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ഏക ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തെ നാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടുകൂടി സ്നേഹിക്കണം, വിശ്വസിക്കണം, അവനിൽ ആശ്രയിക്കണം. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.